യേശുവേ സ്തോത്രം 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 സ്തോത്രം. ഹാലേലൂയ ഹാലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നന്ദിയുടെ ദൈവത്തെ സ്തുതിക്കുന്ന സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹാലേലൂയ. രക്ഷകനെ നന്ദിയുടെ വാഴ്ത്തുന്നു സ്തുതിക്കുന്നു. ഹാലേലൂയ. രാജാതിരാജാവേ ഞങ്ങളൊക്കെ സ്തുതിക്കുന്നു. കർത്താതി കർത്താവേ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഏകനായിരുന്നു മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന സ്വർഗതല ദൈവമേ ഞങ്ങൾ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം 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 സ്തോത്രം. ഹാലേലൂയ ഹാലേലൂയ. ദൈവത്തിന് മഹത്വം. സ്തോത്രം സ്തോത്രം സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നല്ല പ്രഭാതത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ദാനമായി തന്നതിനെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഒരു ദിവസം കൂടെ ലൈവിൽ കടന്നു വന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് പ്രിയ ദൈവമക്കളുടെ മധ്യത്തിൽ ആയിരിക്കാൻ സർവ്വകൃപാലുവായിരിക്കുന്ന ദൈവം അടിയുടെ ജീവിതത്തിനും ഒരുക്കി തന്ന അവസരത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാ പ്രിയ ദൈവമക്കളെയും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ദിനരാത്രി ദൈവം നമ്മെ കാത്തു പരിപാലിച്ച ദൈവത്തിന്റെ കൃപയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കാം. ദൈവത്തിന്റെ കരുതന്ന, ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈ പൽക്കലവും സർവശക്തനായ ദൈവം നമ്മെ കൂടെയുണ്ട്. സ്തോത്രം. നമ്മെ കൈവിട്ട് കളയാതെ, നമ്മെ ഉപേക്ഷിച്ച് കളയാതെ വണ്ണം നമ്മെ ചേർത്ത് നിർത്തി നമ്മെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കേണ്ടതിനാൽ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ നമ്മൾ നിരാശപ്പെടേണ്ട, ആകുലപ്പെടേണ്ട. നാം തനിച്ചല്ല, കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ഏത് കോളും ഏത് തിരമാലകളും കടന്നു വന്നാലും അതിനെ ശാന്തമാക്കി എത്തിക്കേണ്ടടുത്ത് എത്തിക്കുന്ന സർവശക്തനായ ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഉറപ്പും ധൈര്യവുമുള്ളവരായിരിക്കുക. ആമേൻ. ദൈവവചന ചിന്തയിലേക്ക് നമുക്ക് കടന്നു വരാം. സ്തോത്രം. പ്രാർത്ഥിക്കുന്ന ദൈവപൈതലെ നിങ്ങൾ പരാജയപ്പെടുവാൻ സ്വർഗത്തിലെ ദൈവം അനുവദിക്കത്തില്ല. അതേ പ്രതിസന്ധിയുടെ മധ്യത്തിൽ നാം പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ അതേ സ്തോത്രം നാം പരാജയപ്പെടാൻ ദൈവം അനുവദിക്കത്തില്ല. സ്തോത്രം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിനകത്ത് കടന്നു വരുന്ന ഒരു കാര്യമാണ്, നാം എല്ലാം ഒക്കെ ആയിരിക്കുമ്പോൾ പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയും. പക്ഷേ പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ, പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് ഒരു ദൈവപൈതലിനെ സംബന്ധിച്ചും ഭാരവും പ്രയാസമൊക്കെ ഉളവാക്കുന്നതാണ്. കാരണം നിരാശയും ജീവിതത്തെ വേദനയൊക്കെ വർദ്ധിക്കുമ്പോൾ നാം മുടക്കിക്കളയുന്ന ഒന്നാണ് പ്രാർത്ഥന. പക്ഷേ ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, പ്രാർത്ഥിക്കുന്ന പ്രശ്നങ്ങളുടെ മധ്യത്തിൽ കൂടി, പ്രതികൂലത്തിന്റെ മധ്യത്തിൽ കൂടി കടന്നു പോകുന്ന ദൈവപൈതന്റെ ഒരേ ഒരു ആയുധം എന്ന് പറയുന്നത് പ്രാർത്ഥനയെന്ന്. ആ പ്രാർത്ഥന ഏതെല്ലാം പ്രതിസന്ധി കൂടി കടന്നു പോയാലും, ഏതെല്ലാം പ്രശ്നങ്ങൾ കടന്നു വന്നാലും പ്രിയ ദൈവപൈതലെ നിന്റെ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരുത്താതെ നീ ദൈവസ്ഥനെ പ്രാർത്ഥിക്കാൻ മുട്ടുമടക്കുന്നുവെങ്കിൽ നീ ലോകത്തിന്റെ മുമ്പാകെ മുട്ടുമടക്കുവാൻ പരാജയപ്പെട്ടു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. ജയവീരനായിരിക്കുന്ന കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ജയശാലിയായിരിക്കുന്ന കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ട് ഈ പകൽക്കാലം സ്തോത്രം ഹല്ലേലൂയ നിരാശപ്പെട്ടും ആകുലപ്പെട്ടും പോകാതെ ദൈവസ്ഥന്റെ പ്രാർത്ഥനയോടെ ആയിരിക്കുക. നിനക്ക് ജയമുണ്ട്. അതേ നിന്നെ ജയിപ്പിച്ചു കയറ്റുന്ന കർത്താവ് കൂടെയുണ്ട്. അതേ ലോകത്തിന്റെ മുമ്പാകെ നീ പരാജയപ്പെടുവാൻ ദൈവം അനുവദിക്കത്തില്ല. സ്തോത്ര. നിങ്ങളുടെ വിജയത്തെ ആർക്കും അപഹരിക്കുവാനായിട്ട് കഴിയത്തില്ല. അങ്ങനെയെങ്കിൽ ഈ പ്രഭാതത്തിൽ ഉറച്ചു വിശ്വസിക്കുക. പ്രാർത്ഥിക്കുന്ന നിങ്ങൾ പരാജയപ്പെടാൻ ദൈവം അനുവദിക്കത്തില്ല. ദാനിയേലിന്റെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ 6-ാം അധ്യായം അതിന്റെ 10-ാം വാക്യത്തിൽ ഇപ്രകാരം നമുക്ക് കാണുന്നു, എന്ന രേഖ എഴുതിയിരിക്കുന്നു എന്ന് ദാനിയേൽ അറിഞ്ഞപ്പോ അവൻ വീട്ടിൽ ചെന്നു. അവന്റെ മാളിക മുറിയുടെ കിളിവാതിൽ യെരുശലേമിന് നേരെ തുറന്നിരുന്നു. താൻ മുമ്പേ ചെയ്തു വരുന്നത് പോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി തന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. ആമേ സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട തിരുവചന വേദഭാഗത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, ദാനിയേലിന്റെ ജീവിതത്തിനകത്ത് നോക്കിക്കഴിയുമ്പോൾ ഒരു പ്രാർത്ഥന മനുഷ്യനായിരുന്നു. തനിക്ക് സ്ഥിരമായി ക്രമമായിട്ട് ദൈവസന്നിധിയിൽ ഇരിക്കുക എന്നതൊരു പതിവായിരുന്നു. സ്തോത്രം. ആ പതിവിനെ തെറ്റിച്ച് കളയുവാൻ പ്രശ്നങ്ങൾ കടന്നു വന്നപ്പോൾ തന്റെ പതിവ് പ്രാർത്ഥനയ്ക്ക് മുടക്കം വരുത്തില്ല. ഇന്ന് പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, നിന്റെ പതിവായിട്ടുള്ള പ്രാർത്ഥനകളെ മുടക്കം വരുത്തുവാനായിട്ട് നീയും ദൈവവുമായിട്ട് സംസാരിക്കുന്ന ആ ഒരു ടൈമിനെ ഇല്ലായ്മ ചെയ്യുവാൻ ഈ കാലഘട്ടത്തിൽ പിശാച് പലതിൽ കൂടി പ്രവർത്തിക്കുമ്പോൾ പ്രിയ ദൈവപൈതലെ നീ തിരിച്ചറിയണം. ഹല്ലേലൂയ. യാതൊരു പ്രശ്നത്തിനും ഏതൊരു പ്രതികൂലത്തിനും നിന്റെ പ്രാർത്ഥന ലൈഫിനെ ഇല്ലായ്മ ചെയ്യുവാൻ നീ വിട്ടുകൊടുക്കരുത്. സ്തോത്രം. നീ ദൈവവുമായിട്ട് എടുത്ത തീരുമാനത്തിനകത്ത് ആ റൈറ്റ്
പ്ലേസ് ടൈമിനകത്ത് നീ ദൈവസന്നിധിയിൽ മുട്ടുമടക്കണം. ഹല്ലേലൂയ. അവിടെയാ ശത്രുമണ്ഡലം പരാജയപ്പെടുന്നത്, അവിടെയാ ശത്രു തോൽക്കുവാനായിട്ട് ഇടയായി തീരുന്നത്. നിന്റെ മേൽ ആധിപത്യം പുലർത്തുവാൻ കടന്നു വരുന്ന ശത്രുമണ്ഡലം പരാജയപ്പെടുന്നത് നീ പ്രാർത്ഥിക്കുവാൻ ദൈവസന്നിധി മുട്ടുമടക്കുമ്പോഴാണ്. നീ ദൈവസന്നിധി മുട്ടുമടക്കുമ്പോൾ ശത്രുമണ്ഡലം തകരുന്നു എന്ന കാര്യം നീ പകൽക്കാലം മറന്നു പോകാതെ ദൈവസന്നിധി മുട്ടുമടക്കുവാൻ തയ്യാറാക്കുക. സ്തോത്രം. ഇവിടെ നമുക്ക് തിരുവചനത്തിൽ കാണുന്നു, അതേ ദാനിയേലിനെതിരായിട്ട് കുറ്റങ്ങൾ കണ്ടുപിടിക്കുവാൻ അവിടെ നമുക്ക് കാണുവാനായിട്ടിരിക്കുന്നു. പ്രധാന ദേശാധിപതിമാരും അവിടെ എല്ലാവരും കൂടെ ആയിട്ട് ചേർന്ന് അധ്യക്ഷന്മാരും എല്ലാവരും കൂടെ ചേർന്ന് കുറ്റം കണ്ടുപിടിക്കുവാനായിട്ട് ദാനിയേലിനെതിരായി കടന്നു വരും. പക്ഷെ ഒരു കുറ്റം ദാനിയേലിനെ പിടിക്കുവാനായിട്ട് കഴിഞ്ഞില്ല. കാരണം എന്താ? ദാനിയേൽ തന്നെ പറയുന്നു, രാജാവിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ രാജാവിനോടും ദൈവത്തോടും എന്ത് ചെയ്യുന്നു? ഒരു കുറ്റവും ചെയ്തിട്ടില്ലല്ലോ എന്ന്. പ്രിയ ദൈവ പൈതലേ, സ്തോത്ര. നിനക്ക് പ്രാഗൽഭ്യത്തോടു കൂടി ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുവാൻ കഴിയുന്നുവെങ്കിൽ ഞാൻ പറയട്ടെ, നിനക്കെതിരായി എന്തെല്ലാം ശത്രുവിന് പദ്ധതികൾ ഒരുക്കിയെന്ന് അറിഞ്ഞാലും, നിനക്കെതിരായി എന്തെല്ലാം രേഖയിൽ എഴുതി കൊണ്ടുവന്നെന്ന് പറഞ്ഞാലും, അതേ കർത്താവ് നിന്റെ കൂടെ ഇരുന്ന് നിനക്ക് ജയം തരുവാനായിട്ട് ഇടയായി തീരും. സ്തോത്ര. നീ ദൈവത്തിന്റെ സന്നിധി കുറ്റമില്ലാതെ നിൽക്കുവാൻ തയ്യാറായ. സ്തോത്ര. നിന്റെ പ്രാർത്ഥനാ ലൈഫിനെ മുടക്കുവാൻ നീ അനുവദിച്ചു കൊടുക്കാതെ നിന്ന് കഴിഞ്ഞാൽ ജയം നിന്റെ ദൈവം വരുത്തുവാനായിട്ട് ഇടയായിത്തീരാ. ആരൊക്കെ ഇനി എന്തെല്ലാം ചെയ്തു വച്ചെന്ന് പറഞ്ഞാലോ, പ്രിയ ദൈവ പൈതലേ, സ്തോത്രം, അതൊന്നും നിന്നെ ലേശാതെ വേണ, നിനക്ക് കേട് വരുത്താതെ വേണ സൂക്ഷിക്കുന്ന സർവശക്തനായ ദൈവത്തിന്റെ പരിപാലനം ഹല്ലേലൂയ നിന്റെ മേൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കും. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ ദാനിയേലിന് ഒരു കുറ്റം കണ്ടുപിടിക്കുവാൻ കഴിഞ്ഞില്ല. അവസാനം ഇവന്റെ ഒരു പ്രാർത്ഥനാ ലൈഫിനെ മനസ്സിലാക്കിക്കൊണ്ട് ആ പ്രാർത്ഥനാ ലൈഫിലേക്ക് കയറി വരുന്ന ഒരു അനുഭവം കാണുന്നു. അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. അതേ സ്തോത്രം. പറയുന്ന ആ ഒരു ടൈമിനകത്ത് അതേ രാജാവിനോടല്ലാതെ എന്ത് ചെയ്യുന്നു? മറ്റാരോട് പ്രാർത്ഥിക്കരുത് എന്ന് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നിയമങ്ങൾ എഴുതി വയ്ക്കുന്ന ഒരു അനുഭവത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. പക്ഷേ ആ നിയമങ്ങൾ എഴുതിയപ്പോഴും സ്തോത്രം നമുക്ക് കാണുവാൻ സാധിക്കുന്നു, ദാനിയേലിന്റെ പ്രാർത്ഥനയെ ദാനിയേൽ മുടക്കുവാനായിട്ട് അനുവദിച്ചു കൊടുത്തില്ല. സ്തോത്രം. പ്രിയ ദൈവ പൈതലേ, അവിടെ കാണുന്നു, അവൻ രേഖ എഴുതിയിരിക്കുന്നു എന്നറിഞ്ഞപ്പോ അവൻ വീട്ടിൽ ചെന്നു. അവന്റെ മാളിക മുറിയുടെ കിളിവാതിൽ യെരൂശലേമിനേരെ തുറന്നിരുന്നു. താൻ മുമ്പേ ചെയ്തു വരുന്നത് പോലെ അതിന് യാതൊരു മുടക്കവും വരുത്തി. താൻ മുമ്പേ എങ്ങനെയാണ് അതേ രേഖ എഴുതുന്നതിന് മുമ്പേ തനിക്കെതിരെ കുറ്റങ്ങൾ കണ്ടുപിടിച്ച് അതേ തന്നെ ശിക്ഷിക്കുവാൻ നോക്കുന്നതിന് മുമ്പേ താൻ എങ്ങനെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിനകത്തായിരുന്നു, അതേ ബന്ധം ഹല്ലേലൂയ അവിടെ പുലർത്തുന്ന ഒരു അനുഭവം കാണുവാൻ സാധിക്കുന്നു. അതാ പ്രിയ ദൈവ ഇതിലെ നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്. കഷ്ടതകളും പ്രയാസങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു. പക്ഷേ നാം ചെയ്തത് വരുന്നത് പോലെ കർത്താവിന്റെ സന്നിധിയിൽ ഹല്ലേലൂയ അതിനെ എങ്ങനെ മുടക്കം വരുത്തുക, അതിനെ എങ്ങനെ കളയുവാനാണ് ഇത്. അതിനെ തകർത്ത് കളയുവാൻ, നിന്നെ അപായപ്പെടുത്തി കളയുവാൻ, നിന്നെ നശിപ്പിച്ചു കളയുവാൻ പിശാചിന് കഴിയും. പക്ഷേ ഒരു ദൈവ പൈതൽ തിരിച്ചറിയണം. സ്തോത്രം. എന്താ ഇത്? എന്റെ പ്രാർത്ഥനയുടെ ടൈമാണ്, ഞാനും ദൈവവുമായിട്ട് ഇരിക്കേണ്ട ടൈമാണ്, ഇതിനെ വിട്ടുകളയേണ്ട ടൈമല്ല എന്ന് മനസ്സിലാക്കി ഏത് രോഗങ്ങളാകട്ടെ, ഏത് പ്രയാസങ്ങളാകട്ടെ, ഏത് കഷ്ടങ്ങളാകട്ടെ, പ്രിയ ദൈവ പൈതലേ, നിന്റെ മാളിക മുറി അടയ്ക്കപ്പെടാതവണ നിന്റെ മാളിക മുറി തുറക്കപ്പെട്ടിരിക്കുകയും നീ അവിടെ കറക്റ്റ് ടൈമിൽ മുട്ടുമടക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ ഹല്ലേലൂയ നിന്റെ സങ്കടത്തെ ദൈവത്തിന്റെ സന്നിധിയിൽ ബോധിപ്പിക്കുവാൻ തയ്യാറായ നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു സ്വർഗമുണ്ട്. തിരുവചനത്തിൽ കാണുന്നു, ദാവീദ് രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും സങ്കടം ബോധിപ്പിച്ച് തന്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു. അവന്റെ ജീവിതത്തിനകത്ത് ആർക്കും നൽകാൻ പറ്റാത്ത ഉയർച്ചകളും വിടുതലുകളും അഭിഷേകത്തെയും പകർന്നു കൊടുത്തുകൊണ്ട് അതേ സ്തോത്രം ചിലതിനെ തകർക്കുവാനായിട്ട് ജയശാലിയായിട്ട് ദൈവം ദാവീദിനെ ഉപയോഗിക്കുവാനായിട്ട് ഇടയായി തീർന്നുവെങ്കിൽ പ്രിയ ദൈവ പൈതലേ, നിന്റെ പ്രാർത്ഥന ലൈഫ് നിന്റെ ജീവിതത്തിൽ ചേഞ്ച് ചെയ്യിപ്പിക്കാൻ പോകുക. അതേ നിനക്കെതിരെ ശത്രുമണ്ഡലം വെല്ലുവിളിക്കുന്നുണ്ടായിരിക്കാം. നിന്നെ തകർത്തു കളയുക, നിന്റെ കുടുംബത്തെ ഇല്ലായ്മ ചെയ്യുവാനായിട്ട് പല വെല്ലുവിളികളും വിളിക്കുമ്പോ നിനക്ക് അവനോട് എതിർക്കുവാൻ കഴിയുന്നില്ലായിരിക്കാം, അവനോട് എതിർത്ത് നിൽപ്പാനുള്ള ശക്തി കാണത്തില്ലായിരിക്കാം. പക്ഷേ നിനക്ക് ഒന്ന് ചെയ്യുവാൻ കഴിയും, നീ ദൈവസ്ഥനെ മുട്ടുമടക്കുവാൻ തയ്യാറാക്കുക. നീ ദൈവ
ദൈവസ്വനി പ്രാർത്ഥിക്കുവാൻ തയ്യാറാക്കുക. നിന്റെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരുത്താതെ വണ്ണ നീ കൃത്യനിഷ്ഠതയോടെ ദൈവസ്വനെ മുട്ടുമടക്കി പ്രാർത്ഥിക്കുവാൻ തയ്യാറാക്കുന്നവയ്ക്ക് സ്വർഗം നിനക്ക് വേണ്ടി ഇറങ്ങി വരും. ജയശാലിയായിരിക്കുന്ന കർത്താവ് നിനക്ക് വേണ്ടി ഇറങ്ങി വരും. സ്തോത്ര. വിജയാളിയായ കർത്താവ് നിനക്ക് വേണ്ടി ഇറങ്ങി വരും. എന്തിനാ? നിനക്ക് വിജയം തരേണ്ടതിനായിട്ട്. ഹല്ലേലൂയ. പരാജയം നിന്നെ തൊടാൻ ദൈവം അനുവദിക്കത്തില്ല. ഇവിടെ ദാനിയേൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, താൻ മുമ്പേ ചെയ്തു വരുന്നത് പോലെ. ഹല്ലേലൂയ. അതേ സ്തോത്രം. ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, കഴിഞ്ഞ നാളുകളിൽ നീ പ്രാർത്ഥിച്ച വ്യക്തിയായിരിക്കാം. പ്രശ്നങ്ങളുടെ മധ്യത്തിൽ എവിടെയെങ്കിലും പ്രാർത്ഥനാ ലൈഫിനകത്ത് ഒരു ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ ഈ പ്രഭാതത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, നിന്റെ കഴിഞ്ഞ നാളത്തെ പ്രാർത്ഥന ലൈഫിലേക്ക് മുമ്പേ നീ ചെയ്തു വന്നത് പോലെയുള്ള ആ പ്രാർത്ഥന ലൈഫിലേക്ക് മടങ്ങി വരുവാൻ പരിശുദ്ധാത്മാവിന് ആഹ്വാനം ചെയ്യുക. നീ നിരാശപ്പെട്ടിരിക്കേണ്ട വ്യക്തിയല്ല, നീ ആകുലപ്പെട്ടിരിക്കേണ്ട വ്യക്തിയല്ല. നീ കർത്താവിൽ ഒന്ന് ബലപ്പെടുവാൻ, ധൈര്യപ്പെടുവാൻ ഇടയായി തീരുക. അവിടെയാ കർത്താവ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. അവിടെയാ നിന്റെ മേൽ സ്തോത്ര സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കുന്ന പൈശാചിക മണ്ഡലങ്ങൾ വിറയ്ക്കുവാനായിട്ട് ഇടയായി തീരുന്നത്. അതേ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പ്രിയ കുഞ്ഞെ നീ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുവാൻ തയ്യാറാക്കുക. സ്തോത്രം. ഇവിടെ കാണുവാൻ സാധിക്കുന്നു, മുമ്പേ ചെയ്തു വന്നതുപോലെ താൻ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി തന്റെ ദൈവത്തിന്റെ സന്നിധി പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. ഹല്ലേലൂയ. ഓ ജീസസ്. ഹല്ലേലൂയ. കഷ്ടതയുടെ മധ്യത്തിൽ ദൈവത്തെ സ്തോത്രം ചെയ്യുവാൻ കഴിയുമോ? ഹല്ലേലൂയ. പ്രിയ ദൈവത്തിലെ നമ്മുടെ പ്രാർത്ഥന ലൈഫുകൾ ചേഞ്ചുകളാവട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ ആകുലതകൾ മാറട്ടെ. സ്തോത്ര. പ്രശ്നങ്ങളുടെ മധ്യത്തിൽ, ഭാരത്തിന്റെ മധ്യത്തിൽ നിനക്ക് ദൈവസ്വനി സ്തോത്രം ചെയ്യുവാൻ കഴിയുന്നുണ്ടെങ്കിൽ ആ സ്തോത്രത്തിന്റെ ശക്തി, ഹല്ലേലൂയ, നിനക്കെതിരായി എഴുതി വച്ചിരിക്കുന്ന പ്രവൃത്തികളുടെ മേൽ, നിനക്കെതിരായി ഒരുക്കി വച്ചിരിക്കുന്ന ശത്രുമണ്ഡലത്തിന്റെ മേൽ അത് ഇടിച്ചു കയറുവാനായിട്ട് ഇടയായിത്തീര. ആ സ്തോത്രം മുഴങ്ങുമ്പോ തന്നെ, ഹല്ലേലൂയ, ശത്രുവിന്റെ അധമ പാതാളങ്ങൾ തകരുവാനായിട്ട് ഇടയായിത്തീര. അന്ധകാര മണ്ഡലങ്ങൾ വിറയ്ക്കുവാനായിട്ട് ഇടയായിത്തീര. ഒരു ദൈവപൈതന്റെ സ്തോത്രമോ, ഒരു ദൈവപൈതന്റെ പ്രാർത്ഥനയും, ഹല്ലേലൂയ, ശത്രുമണ്ഡലത്തെ പരാജയപ്പെടുത്തുന്നതാണെന്ന് ഓർത്തുകൊള്ളണം. ഹല്ലേലൂയ. നമുക്കറിയാം. സ്തോത്രം. ഹല്ലേലൂയ. യുദ്ധത്തിന് വേണ്ടി നിൽക്കുന്ന 2 സൈന്യത്തെ ഓർക്കുമ്പോ ഒരു സൈന്യത്തിന്റെ നേരെ, സ്തോത്രം, ഹല്ലേലൂയ, അവിടെ ഒരു ആർപ്പുവിളി ഉണ്ടാക്കുമ്പോ മറ്റ് സൈന്യം പരാജയപ്പെടുന്നു എന്നത്രേ അർത്ഥം. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതനോട് ഈ പ്രഭാതത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, നിന്റെ പ്രാർത്ഥന റൂമിനകത്ത് അതേ സ്തോത്രത്തിന്റെ ധ്വനി ഉയരുവാനിട്ട് ഇടയായിത്തീരുമ്പോ നിന്റെ കാതുകളിൽ നീ കേൾക്കണം. ശത്രുമണ്ഡലം പരാജയപ്പെടുന്നത്, ശത്രുമണ്ഡലം തോൽക്കുന്നത് നിന്റെ കണ്ണുകൊണ്ട് നീ സ്തോത്രം ചെയ്യുവാൻ തയ്യാറാക്കുമ്പോ, സ്തോത്ര, ജയവീരനായിരിക്കുന്ന കർത്താവ് നിന്റെ മേൽ ജയം തരുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. പ്രാർത്ഥിക്കുന്ന നീ പരാജയപ്പെടാൻ ദൈവം അനുവദിക്കും. നിന്റെ കയ്യിൽ മറ്റൊന്നുമില്ലായിരിക്കാം, കൂടെ നിൽക്കാൻ വലിയൊരു കൂട്ടം ഒന്നും കാണത്തില്ല. വേണ്ട പ്രിയ ദൈവമക്കളെ, സ്തോത്രം, ഹല്ലേലൂയ, പ്രാർത്ഥന മതി. സ്തോത്രം. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിന്റെ ലൈഫിനെ തന്നെ ചേഞ്ച് ചെയ്യുവാനായിട്ട് ഇടയായിത്തീരും. ഇവിടെ കാണുവാൻ സാധിക്കുന്നു, ദാനിയേലിനെ, സ്തോത്രം, ഹല്ലേലൂയ, സിംഹത്തിന്റെ കുഴിയിൽ ഇടുവാനായിട്ട് ഇടയായി തീർന്നു. ചിലപ്പോ ചിന്തിച്ചിരിക്കാം, ദാനിയേൽ പ്രാർത്ഥിച്ചല്ലോ, തന്റെ പ്രാർത്ഥന മുടക്കിയില്ലല്ലോ, പിന്നെ എന്തിനാ സിംഹത്തിന്റെ കുഴിയിൽ ഇട്ട എന്ന ചോദ്യമൊക്കെ കടന്നു വരും. പക്ഷെ ഞാൻ പറയട്ടെ, ആ സിംഹത്തിന്റെ കുഴിയിൽ നിന്നും വിടിപ്പാൻ കഴിയുന്ന ഒരു ദൈവത്തോടാണ് ദാനിയേൽ പ്രാർത്ഥിച്ചതെന്ന് ദൈവത്തിന് വെളിപ്പെടുത്തണം. പ്രിയ ദൈവത്തിലെ നിന്നെ ചിലത് നീ പ്രാർത്ഥിക്കും, ചിലപ്പോ നീ സ്തോത്രം ചെയ്യും, ഇതൊക്കെ ചെയ്യും, പക്ഷേ ചിലത് മാറിപ്പോകത്തില്ല. കാരണം എന്താ? അതിനകത്തുനിന്ന് വിടിയിപ്പാൻ കഴിയുന്ന, അതിനകത്തുനിന്ന് ഒരു കേടും പറ്റാൻ അനുവദിക്കാതോണ നിന്നെ പ്രൊട്ടക്ഷൻ ചെയ്യുന്ന കർത്താവ് കൂടെയുണ്ടെന്ന് ദൈവത്തിന് തെളിയിക്കുവാനാ. ഹല്ലേലൂയ. ഒരു കേടും പറ്റാൻ ദൈവം അനുവദിക്കത്തില്ല. പ്രിയ ദൈവത്തിലെ നിന്റെ അസ്ഥികൾ ഒന്നും ഒടിഞ്ഞു പോകുക, നിന്റെ അസ്ഥികളെ ഒന്നും തകർത്ത് കളയുവാൻ ദൈവം വിട്ടുകൊടുക്കത്തില്ല. ഹല്ലേലൂയ. ഈ പകൽക്കാലം അസാധാരണമായ ചില ദൈവ പ്രവർത്തികൾ, ഹല്ലേലൂയ, ആർക്കൊക്കെ വേണ്ടി ചലിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. നിനക്കെതിരെ എഴുതി വച്ചിരിക്കുന്ന രേഖ കണ്ടുകൊണ്ട് നിനക്കെതിരെ തൊടുത്തുവിട്ട ചില വാക്കുകളും പ്രവർത്തികളും, ഹല്ലേലൂയ, നിന്നെ സ്തോത്രം അസ്വസ്ഥരാക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ നീ ഈ പകൽക്കാലം ദൈവസ്വനെ മുട്ടുമടക്കി പ്രാർത്ഥിക്കുവാൻ തയ്യാറാക്ക. ജയത്തിന്റെ ധ്വനി നിന്റെ ഭവനത്തിനകത്ത് വെളിപ്പെടും. ഹല്ലേലൂയ. എപ്പോൾ ദുഃഖത്തിന്റെ വാർത്തകൾ കേൾക്കാം, എപ്പോൾ നീ തീർന്നു
എന്ന വാർത്തകൾ കേൾക്കാമെന്ന് പറഞ്ഞ് ചുറ്റും നിന്ന് ശത്രുമണ്ഡലം വീക്ഷിക്കുവാനായിട്ട് ഇടയായി തീരുമ്പോ പ്രാർത്ഥിക്കുവാൻ തയ്യാറാക്കുന്ന നിന്റെ ഭവനത്തിനത്രകം നിന്ന് ജയത്തിന്റെ ധ്വനി ഉയരുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കി തീർക്കുക. വിജയത്തിന്റെ കാഹള ശബ്ദം ഉയരുവാൻ എന്റെ സ്വർഗത്തിലെ ദൈവം ഇടയാക്കി തീർക്കും. ഹല്ലേലൂയ. ഇവിടെ കാണുവാൻ സാധിക്കുന്നു. അതേ രാജാവ് രേഖയല്ല എഴുതി ഒപ്പക്കിട്ട് മുദ്രയിട്ട് വച്ചു. പക്ഷേ ആരാ മുദ്രയിട്ടത്? ആണ്ട് ഉറക്കത്തെ അങ്ങേക്ക് എടുത്തി. സ്തോത്രം. അണ്ണുറങ്ങാൻ കഴിയുന്നില്ല. പ്രിയദൈവത്തിലെ സ്തോത്രം. ഹല്ലേലൂയ. ചിലതിന്റെ ഉറക്കത്തെ കർത്താവ് അങ്ങേക്ക് എടുത്തും നീ ദൈവത്തിനെ പ്രാർത്ഥിക്കാൻ തയ്യാറായ അതേ സ്തോത്രം. ഹല്ലേലൂയ. സ്വസ്ഥത കൊടുക്കത്തില്ല, സമാധാനം കൊടുക്കത്തില്ല. ഹല്ലേലൂയ. യേശു കർത്താവിന്റെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഹെരോദാവിന്റെ ഭാര്യയുടെ ഉറക്കത്തെ കെടുത്തിയിട്ട് അവന്റെ കാര്യത്തിൽ ഇടപെടലെന്ന് പറഞ്ഞ ഒരു അനുഭവം നമുക്ക് തിരുവചനത്തിൽ കാണാൻ സാധിക്കുന്നു. നീ പ്രാർത്ഥിക്കാൻ തയ്യാറായ യേശു കർത്താവ് ഗെത്സമനെ തോട്ടത്തിനകത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അതിവേദനയോടുകൂടി അതിന്റെ ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. യേശു കർത്താവ് പിതാവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തി ഇവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അതെ സ്തോത്രം. ലൂക്കോസ് 22-ാം 41-ാം വാക്യത്തിൽ കടന്നു വരുമ്പോ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. താൻ അവരെ വിട്ടു ഒരു കല്ലേറ് ദൂരത്തോളം വാങ്ങിപ്പോയി മുട്ടുകുത്തി. സ്തോത്രം. ദൈവത്തിന്റെ സന്നിധിയിൽ മുട്ടുകുത്തി. എന്തിനു വേണ്ടി? ഹല്ലേലൂയ. താൻ കുടിക്കാൻ പോകുന്ന പാനപാത്രം വലുതാണെന്നും തനിക്ക് ഒറ്റയ്ക്ക് കഴിയത്തില്ല എന്നും ഹല്ലേലൂയ ഈ പ്രതിസന്ധിയെ ഈ അനുഭവത്തെ മുന്നോട്ട് പോകാൻ കഴിയത്തില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് യേശു കർത്താവ് തന്റെ സ്വർഗത്തിൽ നിന്ന് ശക്തി ലഭിക്കേണ്ടതിനായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. പിതാവിന്റെ സന്നിധിയിൽ അങ്ങ് മുട്ടുകുത്തി. ഞാൻ പറഞ്ഞല്ലോ, ആ മുട്ടുകുത്തലിനകത്ത് വെച്ച് സ്വർഗം തുറന്നു. ദൈവത്തിന്റെ സന്നിധി മുട്ടുമടക്കുന്ന ദൈവ പൈതലേ, ആ ദൈവ പൈതലിന് വേണ്ടി സ്വർഗമാ ചലിക്കുന്നത്. മനുഷ്യനല്ല അവിടെ ഇറങ്ങുന്നത്. സ്വർഗം തുറക്കും. നീ പ്രാർത്ഥനാ റൂമിനകത്ത് മുട്ടുമടക്കുമ്പോ നിനക്ക് വേണ്ടി തുറക്കപ്പെടുന്ന ഒരു ഇടമാ സ്വർഗം. ഹല്ലേലൂയ. അവിടെ വചനത്തിൽ കാണുന്നു, അവിടെ പറയുന്നു സ്തോത്രം. പ്രാർത്ഥന കഴിഞ്ഞിട്ട് അവിടെ കാണുവാൻ സാധിക്കുന്നു. അതെ, അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ അവന് പ്രത്യക്ഷനായി. സ്വർഗത്തിൽ നിന്നാ അപ്പോയിന്റ്മെന്റ് വരുന്നത്. സ്തോത്ര. ഹല്ലേലൂയ. സ്വർഗത്തിൽ നിന്നാ ചിലത് നിന്റെ മേൽ പകരുന്നത്. ഈ ലോകത്തിലെ മനുഷ്യന്റെ ശക്തിയോ ഈ ലോകത്തിലെ യാതൊന്നുമല്ല നിന്നെ ബലപ്പെടുത്താൻ പോകുന്നത്. സ്തോത്ര. ഈ ലോകത്തിലെ ഒരു സൈന്യമല്ല നിന്നെ ശക്തീകരിക്കാൻ പോകുന്നത്. സ്വർഗത്തിലെ ദൂതന്മാരുടെ വിസിറ്റിംഗ് ഉണ്ടായിട്ട് യേശു കർത്താവിനെ ശക്തീകരിച്ച് ദൈവം താൻ ഏൽപ്പിച്ച ദൗത്യം പൂർണ്ണമായി നിറവേറ്റുവാൻ യേശു കർത്താവിനെ അധികാരപ്പെടുത്തുവാനായിട്ട് ഇടയായി തീർന്നു. ഹല്ലേലൂയ. അങ്ങനെക്ക് ദൈവസ്വനെ മുട്ടുകുത്തുന്ന ദൈവ പൈതലേ, ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, നിനക്ക് വേണ്ടി സ്വർഗം തുറക്കുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ ദൂതനെ അയക്കും. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നതിനു വേണ്ടി ദൈവത്തിന്റെ ദൂതനെ അയക്കും. അവിടെ യേശു കർത്താവ് പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗം തുറന്നു, ദൂതൻ തന്റെ അടുക്കൽ വന്നു എന്ന് കാണുവാൻ സാധിക്കുന്നു. ഇവിടെ ദാനിയേലും പറയുന്ന ഒരു കാര്യമുണ്ട്. എനിക്ക് കേട് വരാതെ ഇരിക്കേണ്ടതിനെ അവിടെ സ്തോത്രം 22 കാണുന്നു. സിംഹങ്ങൾ എനിക്ക് കേട് വരുത്താതിരിക്കേണ്ടതിന് എന്റെ ദൈവം തന്റെ ദൂതനെ അയച്ചു അവയുടെ വായ് അടച്ചു കളഞ്ഞു. പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി രണ്ടാമത് നടക്കുന്ന ഒരു വിടുതല ദൈവം തന്റെ ദൂതനെ അയക്കും. സ്തോത്ര. അതേ സ്തോത്ര. ഹല്ലേലൂയ. അവരുടെ ശുശ്രൂഷയെ അടുത്ത് നടക്കാൻ പോകുന്നത് ആർക്കും നിന്നെ സഹായിപ്പാൻ കഴിയത്തില്ലായിരിക്കാം. കടന്നു പോകുന്ന പ്രതിസന്ധിയുടെ നടുവിൽ നിന്ന് ആർക്കും നിന്നെ വിടുവിപ്പാൻ കഴിയത്തില്ലായിരിക്കാം. പക്ഷേ ദൂതന്മാരുടെ ശുശ്രൂഷ അനുഭവിക്കുന്ന ഒരു ടൈമാണ് മുട്ടുമടക്കുന്നതിന്റെ മേൽ പ്രതിസന്ധിയുടെ ഇടം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അതേ സ്തോത്ര. ഈ പകൽക്കാലം സ്തോത്ര ആർക്കൊക്കെ ഈ ശബ്ദം കേൾക്കുന്ന ആരോടോ പരിശുദ്ധാത്മ വ്യക്തമായി പറയുന്നു, ചില വിഷയങ്ങളുടെ നടുവിൽ നീ ഭയപ്പെട്ടിരിക്കുന്നുണ്ടായിരിക്കാം. നിന്നെ ഈ പ്രശ്നത്തിന്റെ നടുവിൽ നിന്ന് ആരും നിന്നെ സഹായിപ്പാനായിട്ട് ഇല്ലായിരിക്കാം. പക്ഷെ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, നീ ദൈവസന്നിധിയിൽ മുട്ടുമടക്കി നീ മുന്നോട്ട് പോകുവാൻ തയ്യാറാക്കുന്നുവെങ്കിൽ നീ ഇതുവരെ കാണാത്തൊരു ദൈവപ്രവൃത്തി നിനക്ക് വേണ്ടി വെളിപ്പെടാ. സ്വർഗത്തിലെ ദൂതന്മാർ നിനക്ക് വേണ്ടി ശുശ്രൂഷയ്ക്കായിട്ട് ദൂതന്മാരുടെ കാവൽ ഹല്ലേലൂയ അതെ നിനക്ക് വേണ്ടി വെളിപ്പെടുവാനായിട്ട് ഇടയായിത്തീര. ചില അനർത്ഥങ്ങൾ വഴിമാറി പോകാം, ചില പ്രതികൂലങ്ങൾ വഴിമാറി പോകാം. ഒരു കേടും പറ്റാതവണ്ണം സൂക്ഷിക്കുന്ന സർവശക്തനായ ദൈവത്തിന്റെ കരത്തിൽ ദൈവം നിന്നെ പരിപാലിക്കുവാനായിട്ട് ഇടയായിത്തീരും. തന്റെ ഭക്തന്മാർക്ക് ചുറ്റും പാളയമിറങ്ങി വിടുവിക്കുന്ന ദൈവത്തിന്റെ കരം ഈ പകൽക്കാലം നിങ്ങളുടെ ദൈവം തമ്മിലെ വെളിപ്പെടുത്തുവാനായിട്ട് ഇടയായിത്തീരും. ഇവിടെ കാണുവാൻ സാധിക്കുന്നു, രാജാവിന്റെ ഉറക്കം പോയി. ഹല്ലേലൂയ.
സുഖമായിട്ട് ഉറങ്ങേണ്ട രാജാവ് പിറ്റേന്ന് എന്ത് ചെയ്യുന്നു? അതേ സിംഹം കടിച്ചു കീറിയ ദാനിയലിനെ കാണാനായിട്ട് കടന്നു പോകാൻ വേണ്ടി സുഖമായിട്ട് ഉറങ്ങേണ്ട രാജാവിന്റെ ഉറക്കത്തെ ദൈവം അങ്ങ് കെടുത്തിക്കളഞ്ഞു. പ്രിയ ദൈവത്തിലെ സ്തോത്രം. നിനക്കെതിരായി ചലിക്കുന്ന ചിലതിന്റെ ഉറക്കത്തെ ദൈവം കെടുത്തും. നീ പ്രാർത്ഥിച്ച മാത്രം മതി. സ്തോത്രം. ഇവിടെ കാണുവാൻ സാധിക്കുന്നു. രാവിലെ അതികാലത്ത് എഴുന്നേറ്റ് വ്യക്തപ്പെട്ട് സിംഹയുടെ ഗുഹയുടെ അടുക്കിലേക്ക് ഓടിപ്പോകുകയാണ് രാജാവ്. അവിടെ ചെന്നിട്ട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. നീ ഇടവിടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം സിംഹങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ പ്രാപ്തനായോ? സ്തോത്രം. ഹല്ലേലൂയ. രാജാവിന് ഒരു കാര്യം മനസ്സിലായി. താൻ സ്തോത്രം സേവിക്കുന്ന ദൈവം ഹല്ലേലൂയ സാധാരണക്കാരനല്ല. അവന് വിടിയിപ്പാൻ പ്രാപ്തനായ ഒരു ദൈവം. അതുകൊണ്ട് ചോദിക്കുന്ന എന്നെ വിടിയിപ്പാൻ പ്രാപ്തനായോ എന്ന്. സ്തോത്രം. ദാനിയേൽ പറയുന്ന ഒരു കാര്യമുണ്ട്. അതെ, സിംഹങ്ങൾ കേടുവരുത്താതിരിക്കേണ്ടതിന് ദൈവം തന്റെ ദൂതനെ അയച്ചു. ഇന്ന് ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവം തന്റെ ദൂതനെ നിനക്ക് വേണ്ടി അയക്കും. ദൂതന്മാരുടെ ശുശ്രൂഷ നീ അനുഭവിക്കും. ദൂതന്മാരുടെ പരിപാലനം നീ അനുഭവിക്കും. ദൂതന്മാരുടെ കരുതൽ നീ അനുഭവിക്കും. ഹല്ലേലൂയ. യേശുവിന്റെ അധികാരമുള്ള നാമത്തെ ഹല്ലേലൂയ ഇതുവരെ നീ അനുഭവിക്കാത്ത ഒരു ദൈവപ്രവൃത്തി ഹല്ലേലൂയ നിന്റെ ജീവിതത്തിനകത്ത് നീ പ്രഭാതത്തിൽ അനുഭവിക്കാൻ പോകുക. സ്തോത്രം. ഭയപ്പെടേണ്ട, ധൈര്യമായിട്ടിരിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ കാണുവാൻ സാധിക്കുന്നു. എന്നിട്ട് ദാനിയേൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ ആരംഭത്തിൽ പറഞ്ഞതുപോലെ അവിടെ രാജാവിന്റെ സനി പറയുന്നുണ്ട്, ഞാൻ കുറ്റമില്ലാത്തവൻ. രാജാവിന്റെ മുമ്പിലും തിരുമുമ്പിലും എന്ത് ചെയ്യുന്നു? രാജാവെ, തിരുമുമ്പിലും ഞാൻ ഒരു ദോഷവും ചെയ്തിട്ടില്ല. ദൈവത്തിന്റെ സന്നിധിയിൽ കുറ്റമില്ലാത്തവൻ. അതെ, രാജാവിന്റെ മുമ്പിലും കുറ്റമില്ലാത്തവനാണെന്ന് അവൻ പറയുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുന്നു? രാജാവ് അത്യന്തം സന്തോഷിച്ചു. ഹല്ലേലൂയ. പ്രിയ ദൈവത്തിലെ സ്തോത്രം. രേഖ എഴുതിയ രാജാവിനെ സന്തോഷിക്കുവാൻ ഇടയാക്കി തീർത്തു. എന്തുകൊണ്ടാ? അതേ, സ്തോത്രം പ്രാർത്ഥിക്കുന്നവൻ ആയതുകൊണ്ട്. പ്രിയ ദൈവത്തിലെ ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, നീ ദൈവസ്ഥനെ പ്രാർത്ഥിക്കുവാൻ തയ്യാറാക്കുന്നുവെങ്കിൽ നിന്റെ ജീവിതത്തിനകത്ത് ഒരു വിടുതൽ ഉണ്ട്. സ്തോത്രം. അല്പമൊക്കെ നമുക്ക് തോന്നിയിരിക്കാം, ദാനിയേലിനെ സിംഹക്കുഴിയിലൊക്കെ ഇട്ടപ്പോ അയ്യോ ദൈവം രക്ഷിച്ചില്ലല്ലോ, വിടുവിച്ചില്ലല്ലോ ഒക്കെ തോന്നും. പക്ഷേ അടുത്തൊരു വിടുതൽ ഉണ്ട്. സ്തോത്രം. പ്രശ്നങ്ങൾ കടന്നു വരികയില്ലെന്നല്ല, പ്രശ്നങ്ങൾ മൂർച്ഛിക്കും. ഹല്ലേലൂയ. പക്ഷെ അതിനകത്ത് നിന്ന് ഇവിടെ വചനത്തിൽ കാണുന്നു, ഒരു കേടും പറ്റിയതായി കാണാൻ കഴിഞ്ഞില്ല. അവിടെ കാണുവാൻ സാധിക്കുന്നു. രാജാവ് പറയുന്ന ഒരു കാര്യമുണ്ട്. ഗുഹയിൽ നിന്ന് അവനെ കയറ്റുവാൻ പറഞ്ഞിട്ട് ഗുഹയിൽ നിന്ന് കയറ്റിയിട്ട് പറയുന്നൊരു കാര്യമുണ്ട്. ദൈവത്തിൽ വിശ്വസിച്ചിരുന്നത് കൊണ്ട് അവനൊരു കേടും പറ്റിയതായി കണ്ടില്ല. ഈ പ്രഭാതത്തെ ഞാൻ പറയട്ടെ, ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കാമോ? ദൈവത്തോട് നിനക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുമോ? ദൈവത്തോട് പ്രാർത്ഥിക്കാമോ? ദാനിയേലിനെ പോലെ ഒരു പ്രാർത്ഥനാ മനുഷ്യനായി, അതേ സ്തോത്ര വിശ്വാസമുള്ളവനായി ഈ പ്രഭാതത്തിൽ ഒന്ന് എഴുന്നേൽപ്പിക്കണമേ എന്ന്. സ്തോത്രം. സാഹചര്യങ്ങൾ നമ്മെ സ്തോത്രം നിരാശപ്പെടുത്തുന്നുണ്ടായിരിക്കാം. പക്ഷേ പ്രിയ ദൈവത്തിലെ നമ്മുടെ ക്രിസ്തീയ ജീവിതം പ്രാർത്ഥനയാലും വിശ്വാസത്താലും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. സ്തോത്രം. പ്രശ്നങ്ങൾ ഹല്ലേലൂയ പലയിടത്തു നിന്നും തല പൊങ്ങി വരുമ്പോ നിന്റെ വിശ്വാസത്തെ ചോർത്തിക്കളയുക, നിന്റെ പ്രാർത്ഥന ലൈഫിനെ നഷ്ടപ്പെടുത്തി കളയുക. അതേ സ്തോത്രം. ഹല്ലേലൂയ നിന്നെ നശിപ്പിച്ചു കളയുക. നീ നിൽക്കുന്ന സാഹചര്യത്തിൽ നിന്ന് നിന്നെ ഇല്ലായ്മ ചെയ്യുവാൻ പല തന്ത്രങ്ങളുമായി കടന്നു വരുമ്പോ വിശ്വാസത്തോടും പ്രാർത്ഥനയോടും കൂടി നീ നിൽക്കുവാൻ തയ്യാറാക്കുന്നുവെങ്കിൽ നിനക്കൊരു കേടും പറ്റാതെ വേണം നിന്നെ സൂക്ഷിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. അതേ, ഒരു കേടും പറ്റാതെ നിന്നെ വിടിപ്പാൻ പ്രാപ്തനായ ഒരു ദൈവമുണ്ട് എന്ന കാര്യം ഈ പ്രഭാതത്തിൽ മറന്നു പോകരുത്. ഒരു കേടും പറ്റാൻ ദൈവം അനുവദിക്കത്തില്ല. അവിടെ കാണുവാൻ സാധിക്കുന്നു. രാജാവിന്റെ കൽപ്പനയാൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അവർ ദാനിയേലിന് കുറ്റം ചുമത്തിയവരെ കൊണ്ടുവന്നു. സ്തോത്രം. ദാനിയേലിനെ കയറ്റി, ദാനിയേലിനെ കണ്ട് അവർ രാജാവ് സന്തോഷിച്ചു. അതേ സ്തോത്രം. ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയായി തീർന്നു. ഒടുവിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ദാനിയേലിനെതിരായി കുറ്റം ചുമത്തി കുറച്ചു പേരുണ്ട്. അവരെയും അവരുടെ മക്കളെയും അവിടെ വചനത്തിൽ ഇപ്രകാരത്തിന് കാണുന്നു. അവരെയും സ്തോത്രം കുറ്റം ചുമത്തിയവരെ കൊണ്ടുവന്നു. അവരെയും മക്കളെയും ഭാര്യമാരെയും സിംഹയുടെ ഗുഹയിൽ ഇട്ട് കളഞ്ഞു. അവർ ഗുഹയുടെ അടിയിൽ എത്തും മുമ്പേ സിംഹങ്ങൾ അവയെ പിടിച്ച് അവരുടെ അസ്ഥികളെ ഒക്കെയും തകർത്തു കളഞ്ഞു. പ്രിയതേ പൈതലേ, ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, ചില പ്രവർത്തികൾ നമ്മെ വേദനിപ്പിക്കുന്നുണ്ടായിരിക്കാം.
നീ അവരോടൊന്നും പറയാൻ നിൽക്കണ്ട. ദൈവസേന പ്രാർത്ഥിക്കാൻ തയ്യാറാക്ക്. ദാനിയേലിനെതിരെ കുറ്റം ചുമത്തിയവരെ, അവരുടെ മക്കളെ, അവരുടെ ഭാര്യമാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ദാനിയേലിനെ ഏത് സിംഹത്തിന്റെ കുഴിയിലിട്ടോ അതേ ഗുഹയ്ക്കകത്ത് ഇട്ടപ്പോ ആ ഗുഹയിൽ എത്തുന്നതിനു മുൻപേ നമുക്ക് കാണുന്നു സിംഹങ്ങൾ അവയെ പിടിച്ചു. എന്തേ ആ സിംഹത്തിനെ ദാനിയേലിനെ പിടിക്കാൻ കഴിയില്ല? കാരണം കുറച്ചു നേരത്തെ ഒരു രാത്രി മുഴുവൻ സിംഹത്തിന്റെ ഗുഹയിൽ ദാനിയേൽ ഇട്ടില്ലേ? പക്ഷെ എന്തേ? ദൂതന്മാർ അവർക്ക് ചുറ്റും കാവലായിരുന്നു. ദാനിയേൽ ഗുഹയ്ക്കകത്ത് വീഴുന്നതിന് മുമ്പേ ദൈവത്തിന്റെ ദൂതന്മാർ അവിടെ ഇറങ്ങി സിംഹത്തിന്റെ വായെ അടച്ചു. ഹല്ലേലൂയ. അതേ സ്തോത്രം. പ്രിയ ദൈവ പൈതലേ, പ്രാർത്ഥിക്കുന്ന നിനക്ക് വേണ്ടി ദൈവം ചിലത്തിന്റെ വായെ അടപ്പിച്ചു വയ്ക്കും. അവർക്ക് ചലിക്കാൻ കഴിയില്ല. എന്താ? നിന്നെ കുറ്റം ചുമത്തിയ ചിലതിനെ ദൈവത്തിന് കൊണ്ടിട്ട് കൊടുക്കണം. ചിലതിനെ തകർക്കുവാൻ, പ്രാർത്ഥിക്കുന്നവന്റെ അസ്ഥികളെ തകർക്കുവാൻ ഈ ലോകത്തിൽ ഒരു ശക്തിക്കും കഴിയത്തില്ല. ഈ ലോകത്തിലെ സിംഹത്തിന് കഴിയത്തില്ല. കാരണം എന്താ? അതേ സ്തോത്ര. രാജാതിരാജാവായിരിക്കുന്ന സർവശക്തനായ ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ അവിടെ ഉള്ളത്. പക്ഷേ ഈ ലോകത്തിൽ കുറ്റം ചുമത്തിയവൻ ആ ഗുഹയ്ക്കകത്ത് വീഴുന്നതിന് മുമ്പേ അവന്റെ അസ്ഥികളെ തകർത്ത് കളയത്തക്ക രീതിയിൽ സിംഹങ്ങൾ അവയെ പിടിച്ച് ചീന്തിക്കളഞ്ഞു. തിരുവചനത്തിൽ കാണുന്നു. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, സ്തോത്രം, പ്രാർത്ഥിക്കുന്ന നീ നിരാശപ്പെടണ്ട. സാഹചര്യങ്ങൾ നിനക്ക് പ്രതികൂലമായി വർത്തിക്കുമ്പോൾ നിരാശപ്പെട്ടു പോകണ്ട. നിന്റെ അസ്ഥികളൊന്നും തകർക്കുവാൻ വിട്ടുകൊടുക്കാത്തൊരു ദൈവ, നിനക്കൊരു കേടും പറ്റുവാൻ അനുവദിച്ചു കൊടുക്കാത്ത ദൈവ, അതെ, നിന്നെ വിടുവിപ്പാൻ പ്രാപ്തനായ ദൈവം കൂടെയുണ്ട്. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഈ പ്രഭാതി ഞാൻ പറയട്ടെ, പ്രാർത്ഥിക്കുന്ന നീ പരാജയപ്പെടാൻ ദൈവം അനുവദിക്കത്തില്ല. ഒടുവിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവിടെ രാജാവ് പറയുന്ന ഒരു കാര്യമുണ്ട്. സ്തോത്രം. നമ്മുടെ ദൈവത്തെ പോലെ മറ്റൊരു ദൈവവുമില്ല എന്ന്. അവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്ന ദൈവ ദാനിയേലിനെ സിംഹത്തിന്റെ വായിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ദാരിവസിന്റെ വാഴ്ചയിലും പാർസി രാജാവായ കോരേസിന്റെ വാഴ്ചയിലും ശുഭപ്പെട്ടിരുന്നു. ഇന്ന് പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, പ്രാർത്ഥിക്കുന്ന നീ, നിന്റെ കുടുംബം ശുഭപ്പെടുന്ന ഒരു കാലമുണ്ട്. യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മദൂതത്തെ നിങ്ങളോട് വിളിച്ചു പറയാൻ പറഞ്ഞത്, നിന്റെ ഈ കഷ്ടങ്ങളും ഭാരങ്ങളും മാറും. നീ ശുഭപ്പെട്ടിരിക്കും. നീ പ്രാർത്ഥിക്കുന്ന നീ പരാജയപ്പെടാൻ ദൈവം അനുവദിച്ച് തരത്തില്ല. അതെ, ആരുടെ കാലഘട്ടത്തിലാണ്, ആരുടെ വാഴ്ചയുടെ ടൈമിലാണോ നിന്നെ നശിപ്പിക്കുവാൻ പദ്ധതിയിട്ടത്, ആ വാഴ്ചയുടെ ടൈമിലും അടുത്ത ഒരു വാഴ്ചയുടെ ടൈമിലും നീ ശുഭപ്പെട്ടിരിക്കത്തക്ക രീതിയിൽ, നിന്റെ കുടുംബം ശുഭപ്പെട്ടിരിക്കത്തക്ക രീതിയിൽ, നിന്റെ തലമുറകൾ ശുഭപ്പെട്ടിരിക്കത്തക്ക രീതിയിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി നിങ്ങളുടെ മേൽ വെളിപ്പെടും. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, അതേ സ്തോത്രം, പ്രാർത്ഥിക്കുവാൻ തയ്യാറാക്ക. പ്രശ്നങ്ങളുടെ നടുവിൽ നിരാശപ്പെട്ടിരിക്കുവാനല്ല, നീ പ്രാർത്ഥിക്കുവാൻ തയ്യാറാക്കുന്നുവെങ്കിൽ ജയവീരനായിരിക്കുന്ന കർത്താവ് നിന്റെ കൂടെയിരിക്കും. ജയശീലനായിരിക്കുന്ന കർത്താവ് നിന്റെ കൂടെയിരിക്കും. വിജയാളിതനായിരിക്കുന്ന കർത്താവ് നിന്റെ കൂടെയിരിക്കും. പ്രാർത്ഥിക്കുന്ന നിന്റെ വിജയത്തെ അപഹരിക്കുവാൻ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയില്ല. നീ ദൈവസന്നിധി മുട്ടുമടക്കുവാൻ തയ്യാറായ, പരാജയപ്പെട്ട് ലോകത്തിന്റെ മുമ്പാകെ മുട്ടുമടക്കുവാൻ ദൈവം അനുവദിച്ച് കൊടുക്കത്തില്ല. നിന്റെ മുമ്പിൽ നിന്ന് ഈ പകൽക്കാലം പ്രിയ പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലെ, നാളുകളായി നീ അനുഭവിക്കുന്ന ചില പ്രതികൂലങ്ങൾ കാണുമായിരിക്കാം. പക്ഷെ ആ പ്രതികൂലങ്ങൾ നിന്റെ മുമ്പിൽ നിന്ന് വഴി മാറുകയാ. നീ ഇന്നു മുതൽ ശുഭപ്പെട്ടിരിക്കാൻ പോകുകയാ. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തെ നീ ചിലതിനെ ഭയപ്പെടാതവണ, ചിലതിന്റെ മുമ്പിൽ ഉറച്ചു നിന്ന് ശുഭപ്പെട്ടിരിക്കുക. ഒരു ദൈവത്തിന്റെ പ്രവൃത്തി, ഹല്ലേലൂയ, നിന്റെ ദൈവം ആരാണെന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് ദൈവം തമ്പുരാൻ മാനിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് വിശ്വാസത്തോടെ ആയിരിക്കുക. പ്രാർത്ഥിക്കുന്ന നിങ്ങൾ പരാജയപ്പെടുവാൻ എന്റെ സ്വർഗത്തിലെ ദൈവം അനുവദിക്കത്തില്ല. ആമേൻ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഈ ശബ്ദം ശ്രവിക്കുന്നതുകൊണ്ട് ജനത്തെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു തരുന്ന കർത്താവേ, അപ്പൊ പ്രാർത്ഥിക്കുന്ന കർത്താവ് ഒരു ദൈവ പൈതൽ പരാജയപ്പെടുക സ്വർഗത്തിലെ ദൈവം അനുവദിക്കത്തില്ലെന്ന് തിരുവചന പ്രകാരം ഈ വചനം തന്റെ ജനത്തിന് ഈ പകൽക്കാലം വിടുതലായി തീരട്ടെ കർത്താവേ. പ്രശ്നങ്ങളുടെ മധ്യ, ഭാരങ്ങളുടെ മധ്യത്തിൽ അവർ ചെയ്തു വരുന്നത് പോലെ ദൈവസ്വന് മുട്ടുമടക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ ദൈവം ഇടയാക്കി തീർക്കണമേ. ദൈവസ്വനെ മുട്ടുമടക്കുന്നവൻ
അവനെ പരാജയപ്പെട്ട് ലോകത്തിന്റെ മുമ്പാകെ മുട്ടുമടക്കുവാൻ ഇടയാക്കാതവണ അവനെ ശുഭപ്പെടുത്തുന്ന ദൈവത്തിന്റെ കര യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ അവരുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടട്ടെ കർത്താവേ. എന്റെ കർത്താവിന്റെ കൃപ ചലിക്കട്ടെ. ഇവരെ ശുഭപ്പെട്ടിരിക്കുന്ന ഒരു വാഴ്ച തുടങ്ങട്ടെ കർത്താവേ. അങ്ങോട്ട് കൃപ തന്റെ ജനത്തിന്റെ മേൽ ചലിക്കുന്നതിനായ സ്തോത്ര. ഈ ജനത്തെ കർത്താവേ പിതാവിന്റെ പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥനയായിട്ട് അനുഗ്രഹിക്കുന്നതിനായ സ്തോത്ര. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.